ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ആനിവേഴ്സറി ഡേയുടെ ഒരു വ്ളോഗാണ് കേട്ടോ, ഇവൻറ്റ് വ്ളോഗ്. കഴിഞ്ഞ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആനിവേഴ്സറി ഡേയുടെ രാവിലത്തെ ആയിരുന്നു, പക്ഷെ അത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് 2 ദിവസത്തെ വ്ളോഗാണ്. ഒന്ന് നമ്മുടെ ആനിവേഴ്സറി ദിവസത്തെ ഈവനിങ് വ്ളോഗും, നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു. അപ്പോൾ അജുവേട്ടന് അവധിയായതുകൊണ്ട് അന്നും വീക്ക് ഓഫ് ആയിരുന്നതുകൊണ്ട് നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു അമ്പലം തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ 2 ദിവസത്തെ വീഡിയോസ് നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആനിവേഴ്സറി ദിവസം അമ്പലത്തിൽ പോയി. വൈകുന്നേരം അയ്യപ്പൻ്റെ അമ്പലത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഡാൻസൊക്കെ കണ്ടു. വരുന്ന വഴിക്ക് ആൾക്ക് ഗുജറാത്തി താലി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ മാസം കൊണ്ട് പറയുമായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ശരി പോവാം. ഇനി അതൊരാഗ്രഹം പെൻഡിങ് വെച്ചു എന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് വേഗം കിടന്നു. ഇത് പിറ്റേ ദിവസം ഈവനിങ് ആയപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ശിവൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ എന്താ പറയുക അമ്പലത്തിൻ്റെ പേര്, മിനി അമർനാഥ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമായിരുന്നു. അത് നമ്മുടെ അമർനാഥ് ടെമ്പിളിൻ്റെ ചെറിയൊരു എന്താ പറയുക സബായിട്ടുള്ള ഒരു അമ്പലം എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അത് ഭയങ്കര കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ, അതിന് ഭയങ്കര കയറാനും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു ഫീലായിരുന്നു. കാരണം നമ്മൾ വായിലൂടെ ശ്വാസം എടുക്കുമ്പം ഉള്ളിലൊരു നീറ്റിലാണ് തൊണ്ടയ്ക്കകത്തൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിത് അമ്പലം എത്തി. എന്തായാലും നല്ല അടിപൊളി അമ്പലമാണ്. നമ്മൾ മുൻപും കാണിച്ചിട്ടുണ്ട് കേട്ടോ. മുൻപ് നമ്മൾ ഏതോ ഒരു വ്ളോഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അമ്പലം. വീണ്ടും നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നെന്ന് വെച്ചാൽ നമ്മളൊരു 6:40 ഒക്കെ ആയപ്പോഴും എത്തിയത്. 7 o'clock ആകുമ്പോഴേക്കും അമ്പലം അടയ്ക്കുമായിരുന്നു. ഇത്തവണ നമ്മൾ 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കയറി അവിടെ എത്തുമ്പോഴേക്കും തന്നെ ആരത്തി തുടങ്ങാറുള്ള സമയമായിരുന്നു കേട്ടോ. ദീപാരാധന തുടങ്ങുന്ന സമയമായിരുന്നു. പിന്നെ അതായത് എനിക്ക് തോന്നുന്നു 11 ശിവലിംഗങ്ങളോ ശിവൻ്റെ പ്രതിഷ്ഠകളൊക്കെ കൂടെ ഉള്ള ഒരമ്പലമാണ് കേട്ടോ. ഗുഹയുടെ ഉള്ളിൽ ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്. എന്തായാലും നല്ലൊരു പോസിറ്റീവ് ഫീലായിരുന്നു. പിന്നെ തണുപ്പൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു 6:30 ആകുമ്പോഴേക്കും ഇരുട്ടാവുന്നത് കൊണ്ട് നേരത്തെ അവർ ദീപാരാധനയൊക്കെ, അതായത് അന്ന് നമ്മൾ പോയപ്പോൾ കുറേ നേരത്തെ നീളത്തിലുള്ള കുറേ സമയം എടുത്തിട്ടുള്ള ദീപാരാധനയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പത്തിൽ തീർന്ന പോലെ തോന്നി കേട്ടോ ഞങ്ങൾക്ക്. എനിക്കൊന്ന് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എളുപ്പം പോകുന്നത് കൊണ്ടായിരിക്കാം മേ ബി അന്നത്തെ ആ ഒരു ഫീല് നമുക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ആ ശിവൻ്റെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെയിൻ മൂർത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അമർനാഥിലും അങ്ങനെ തന്നെയല്ലേ, ഐസ് കൊണ്ടുള്ളൊരു മൂർത്തിയാണല്ലോ. അത് നാച്ചുറലി ഉണ്ടാകുന്നതാണ്. ഇത് അവിടെ പൂജിച്ചിരുന്ന ശിവലിംഗത്തിൻ്റെ എന്തോ ഇവിടെ സ്ഥാപിച്ചിരുന്നു, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കഥ. നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു നമുക്ക്. നമ്മൾ പോകുമ്പം ലേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എന്നിരുന്നാലും കറക്റ്റ് ടൈമിന് എത്താൻ പറ്റി. അന്നെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും തിരിച്ചിറങ്ങുന്ന സമയമായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും ഇരുട്ടായതുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ പേടിച്ച് ഇരുട്ടത്ത് ഓടിയിട്ടാണ് ഞങ്ങൾ വരുന്നുണ്ടായിരുന്നത്. ആരുമില്ല, മുൻപിലും പിൻപിലും ആരുമില്ല. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് തിരിച്ചിറങ്ങുന്ന വഴി എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേടിച്ചിട്ട് ഫോണിൻ്റെ ടോർച്ചൊക്കെ അടിച്ചിട്ട് ഓടിക്കൊണ്ട് വന്നത് കേട്ടോ. വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം വേർത്തിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അജുവേട്ടനൊരു പഫ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ എന്തോ ഒരു ഷേക്ക്, ബദാം ഷേക്കോ അങ്ങനെ എന്തോ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. കേസർ ഷേക്ക് എന്തോ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം കൂട്ടണം. പിന്നെ എവിടെ പോയാലും നമുക്ക് ഐസ്ക്രീം ഇട്ടൊരു കളി നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഐസ്ക്രീമാണ് ഞാനും ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ചോക്ലേറ്റ് ഫ്ലേവറും ഞാൻ ബട്ടർ സ്കോച്ചും ആയിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും പോരാ. റോഡിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതേ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ, അതായത് പലേഡിയം മോൾ എന്ന് പറയൂ കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ മോളാണ് കേട്ടോ ഈ മോള്, പലേഡിയം മോൾ എന്ന് പറയുന്നത്. ഉള്ളിൽ കയറി നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. ഈ ബോട്ടിലുകൾ നമ്മൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ ഇടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ബോട്ടിൽസ് ആയിരുന്നു.
ഓഫറിൽ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിനകത്ത് സെറ്റിനകത്ത് 3-4 ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഉള്ളൊരു ഇതുപോലെ വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ ഓൺലൈൻ ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് തന്നെ 400 രൂപ എങ്ങാണ്ടുണ്ട്. പക്ഷെ നമ്മളിത് ഈ നമ്മൾ വാങ്ങിച്ച കടയിലെന്ന് പറയുന്നത് 300 രൂപയ്ക്ക് ഇങ്ങനെ 4 ബോട്ടിലായിരുന്നു കേട്ടോ. പക്ഷെ അത് ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം 3 ബോട്ടിലിൻ്റെ പീസായിരുന്നു. ഞങ്ങളുടെ ലക്കിന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. പിറ്റേ ദിവസത്തെ രാവിലത്തേക്ക് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചു. അതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പകൽ സമയത്ത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഈ സീതാരങ്ങ എന്ന് പറയുന്നത് ഭയങ്കര പ്രാന്താണ് അജുവേട്ടന്, ആദിക്ക്, എനിക്ക്, അജുവേട്ടൻ്റെ മമ്മിക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അന്ന് ഞങ്ങൾ പോയ ദിവസം ഭയങ്കര വിലക്കുറവിലാണ്. 79 രൂപയ്ക്ക് അങ്ങോട്ടോ കിലോ ഉണ്ടായിരുന്നത്. അതിന് മുന്നേ പോയപ്പോൾ നല്ല വിലയായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി 79 രൂപ മറ്റായിരുന്നു. അതുപോലെ ഓറഞ്ച് 49 അങ്ങനെ എന്തോ ആയിരുന്നു, അതോ 59 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് എന്തായാലും അതുകൂടെ വാങ്ങിക്കാം. ആദ്യക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും നമുക്കത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം ആദ്യക്കുട്ടന് അജുവേട്ടനും കൊണ്ടുപോകാൻ ആലു പൊറോട്ട നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്രതം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഉണ്ടാക്കി വെക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് മാത്രം ചെയ്തു വെക്കും. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചു, മുറിച്ച് വെച്ചില്ല, തൊലി കളഞ്ഞിട്ട് അതുപോലെ പച്ചമുളക് ഞെട്ടി കളഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു ഡബ്ബയ്ക്കകത്താക്കി നമ്മൾ അടച്ച് വെച്ചു കേട്ടോ. പിറ്റേ ദിവസമുള്ള പ്രിപ്പറേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ അതെടുത്തിട്ട് അടച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് അവർക്ക് കഴിക്കാനുള്ള ബദാം നമ്മളൊന്ന് വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം എനിക്ക് ഓട്സ് രാവിലെ ഒരു പുതിയതായിട്ട് നമ്മൾ ട്രൈ ചെയ്തൊരു ഓട്സിൻ്റെ ഇതാട്ടോ. അപ്പോൾ ഇങ്ങനെ ഓട്സ് ഞാൻ ഷോർട്സിലിടാം ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ ഓട്സ് നമുക്ക് തലേ ദിവസം പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. ഓക്കെ, അപ്പം എല്ലാവരുടെ സപ്പോർട്ടും മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു.